ഗതാഗത വകുപ്പിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ പരിഷ്കാരങ്ങൾ തുടരുന്നു. ഇപ്പോഴിതാ ഡ്രൈവിംഗ് സ്കൂളുകളും ആരംഭിക്കുന്നു. ജനഹിതമറിയാം. KSRTC നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ഒരു പൊതുഗതാഗത സംവിധാനമാണ് കേരളത്തിലെ. അപ്പോൾ വലിയ ദുരിതക്കയത്തിലായിരുന്നു ഇടക്കാലത്ത്. പുതിയ മന്ത്രി വന്നിട്ട് KSRTCയെ രക്ഷിക്കാൻ ഒരുപാട് നടപടികൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിൽ പ്രധാനപ്പെട്ടത് KSRTC ജീവനക്കാരുടെ ശമ്പളമാണ്. എല്ലാ മാസവും ശമ്പളം കൊടുക്കും എന്നൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇതുകൊണ്ട് KSRTC നന്നാവുമോ? ആയിരിക്കാം. അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് പറയാൻ നമുക്കിപ്പം അറിയത്തില്ല. എന്നാലും പറയാൻ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പോൾ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ടൂറിസ്റ്റ് ആയിട്ട് എല്ലായിടം സഞ്ചരിക്കാൻ പറ്റുന്ന രീതിക്കും പിന്നെ ഓരോ പുതിയ പുതിയ റെസ്റ്റോറൻറ്റ് മോഡൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ ഡെവലപ്പ് ആവുമെന്ന് പ്രതീക്ഷിക്കാം. കാര്യം തൊഴിലാളികൾ വളരെയധികം യാതന അനുഭവിക്കുന്നുണ്ട്. KSRTCയിൽ കൃത്യമായി ശമ്പളം കിട്ടാത്ത ഒരു വകുപ്പ്. അവരുടേതായ മാനസിക പിരിമുറുക്കവും ഈ പ്രസ്ഥാനം തകർന്നു പോകാൻ ഇടയാക്കുന്നുണ്ട്. പക്ഷേ ഇന്നും നമുക്ക് നോക്കുന്നത് KSRTC ഉപയോഗിക്കുന്ന എത്രയോ പേരുണ്ട് കേരളത്തിൽ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ശമ്പളം കൊടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നല്ല വരുമാനം കിട്ടുന്ന മേഖല തന്നെയാണ്. അന്ന് വരുമാനം ഇല്ലാത്ത ഒന്നും പറയാൻ പറ്റത്തില്ല അതിന്. നല്ല ഇന്നും KSRTC ഒരു ഒരു മാർഗമായിട്ട് കാണുന്ന എത്രയോ പേരുണ്ട് ജോലിക്ക് പോകാൻ ആശ്രയിക്കുന്ന. അപ്പം ഇതിന് വെച്ച് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. ഇപ്പം വന്നിരിക്കുന്ന പ്ലാൻസിലൂടെയെങ്കിലും മന്ത്രിക്ക് ഒരുപാട് ഐഡിയ ഉണ്ട്. പക്ഷെ ആ ഐഡിയയൊക്കെ ശരിക്കും പ്രായോഗികമാക്കാൻ പറ്റാത്തൊരു സാഹചര്യവും കേരളത്തിലുണ്ട്. യൂണിയനുകളുടെ ഒരു വല്ലാത്ത ഇടപെടൽ അത് ഇത്തവണ പരിഹരിക്കപ്പെടും എന്ന് തോന്നാമോ? പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പരിഹരിക്കപ്പെട്ടാൽ ആ ജീവനക്കാരുടെ ജീവിതമാർഗവും കുറച്ച് മെച്ചമുണ്ടാവും, നാടിനും ഗുണമാവും. KSRTCയുടെ പുതിയ പരിഷ്കാരങ്ങൾ ഗുണകരമാകുമോ? ഗുണകരമാണ്. മന്ത്രി അതേ സ്ഥാനത്തുണ്ടെങ്കിൽ. മന്ത്രി ആ സ്ഥാനത്ത് ഉണ്ടാവില്ല എന്നൊരു ആശങ്ക അതിനകത്ത് വരുന്നുണ്ട്. എന്താ കാര്യം? നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആരും ചെയ്യുന്നവരെ മോട്ടിവേറ്റ് ചെയ്യാറില്ലല്ലോ, നിലനിർത്താറില്ല. അതുകൊണ്ടുള്ളൊരിത്. ശരിക്കും മന്ത്രിക്ക് ഒരുപാട് ഐഡിയ ഉണ്ട് ഇക്കാര്യത്തിൽ. ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കണം എന്നുള്ള താല്പര്യമുള്ള ഒരു മന്ത്രിയാണ്. പക്ഷെ എന്താണ് ശരിക്കും അവിടെ അത് പറ്റാതെ വരുന്ന കാര്യം എന്താണ്? സർക്കാരിൻ്റെ ശരിക്കുള്ള പിന്തുണ ഇല്ലേ മന്ത്രിക്ക്? പിന്തുണ കിട്ടാത്തതിൻ്റെ കുറവായിരിക്കണം. പിന്നെ യൂണിയനുകളുടെ പ്രശ്നമുണ്ട്. ഈ തൊഴിലാളികളുടെ യൂണിയൻ ശക്തമായി അവരുടെ ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് നിൽക്കുമ്പോൾ തൊഴിൽ ചെയ്തേ പറ്റൂ എന്നുള്ള കർക്കശ നിലപാട് മന്ത്രി എടുക്കും. അതൊക്കെ ഇതിനകത്ത് കാരണമല്ലേ? അതെ, വേറെ അഭിപ്രായങ്ങളില്ല. അപ്പോൾ പ്രതീക്ഷ വയ്ക്കാം. നമുക്ക് മന്ത്രി തന്നെ ആ സ്ഥാനത്തുണ്ടെങ്കിൽ രക്ഷപ്പെടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ നാട്ടിലെ പൊതുഗതാഗത സംവിധാനമാണ് KSRTC. KSRTCയെ രക്ഷിക്കാൻ മന്ത്രി ഒരുപാട് ഐഡിയാസുമായി രംഗത്തുണ്ട്. ഇപ്പോൾ ശമ്പളം കൃത്യമായി കൊടുക്കുമെന്നൊരു പ്രഖ്യാപനം വന്നു. KSRTCയുടെ കീഴിൽ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നു. ശരിക്കും ജനങ്ങൾക്കത് ഉപകാരപ്രദമാകുമോ? KSRTC ശരിക്കും ജനങ്ങൾ ഉപകാരപ്രദമാണ്. കാരണം ദീർഘദൂര സർവീസുകൾക്കും ഒക്കെ KSRTC ആണ് നമ്മൾ പണ്ട് തൊട്ട് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിലോട്ടൊക്കെ വരാനായിട്ട് അദ്ദേഹം നടപ്പിലാക്കുന്ന പദ്ധതികളൊക്കെ നല്ലതാണ്. പക്ഷേ അതിന് നല്ല സപ്പോർട്ട് കിട്ടുന്നില്ല. സപ്പോർട്ട് എന്താണ് കിട്ടാത്തത്? ശരിക്കും ജനകീയ സർക്കാരിൻ്റെ ഭരണകാലത്ത് ഒരു ജനകീയരായ ഒരു മന്ത്രി എന്ന് അവകാശപ്പെടുമ്പോൾ ഗണേഷ് കുമാറിൻ്റെ പരിഷ്കാരങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ഇതൊരു സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഇത് സർക്കാർ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ വ്യക്തികളോ അല്ലെങ്കിൽ അത് മന്ത്രിയോ അവർ തന്നെയല്ല ഇത് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ കൂടെയുള്ള ആൾക്കാരെ എത്രയും സപ്പോർട്ട് ചെയ്യുന്നു അതനുസരിച്ച് അത് ഇഫക്റ്റീവ് ആകത്തുള്ളൂ. നമ്മൾ ഒരാൾ തന്നെ എനിക്കൊന്ന് ഗണേഷ് കുമാർ UDFൽ നിന്ന സമയത്ത് കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടിയിരുന്നു ഒരു മന്ത്രി എന്ന നിലയിൽ. ഗ്രൂപ്പിസം ഒന്നും നോക്കാതെ
കുറച്ചുകൂടി അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നു. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് സംവിധാനം എന്ന് പറയുന്നത് അതൊരു കേഡർ പാർട്ടി സംവിധാനമല്ലേ. അപ്പോൾ അവർ രണ്ട് പാർട്ടിയിൽ ഒരു മന്ത്രി നിന്നപ്പോഴുണ്ടായ വ്യത്യാസമാണ്. രണ്ട് മുന്നണിയിൽ ഒരു മന്ത്രി ഇദ്ദേഹം ഒരാൾ അതേ ആൾ തന്നെയാണ്. പക്ഷെ UDF-ലും LDF-ലും നിന്നപ്പോൾ ആ പ്ലാറ്റ്ഫോമിലുണ്ടായ വ്യത്യാസം പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഈ ഓൺലൈനിലൊക്കെ വന്നിരുന്ന് സംസാരിക്കാതെ കാര്യങ്ങൾ അങ്ങ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിന് ശേഷം ഇങ്ങനെ പബ്ലിസിറ്റി ഇച്ചിരി അങ്ങ് കൂടിപ്പോയോ എന്നൊരു സംശയം. എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വാർത്തകളൊക്കെ കാണുന്ന സമയം. ശരിക്കും പിന്നെ ഒരു പബ്ലിക്കിന്റെ മുന്നിൽ എപ്പോഴും നിൽക്കുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് ഒരു സിനിമാ താരം എന്നുള്ള നല്ല മന്ത്രിയാണ്, നല്ല MLA ആണ്. എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ ഓടി വരുന്ന ആളാണ്. നാട്ടുകാർക്കൊക്കെ അതുകൊണ്ടല്ലയോ അദ്ദേഹം മുന്നണി മാറി നിന്നിട്ട് ഒരു മണ്ഡലത്തിൽ ജയിക്കുന്നു, സ്ഥിരമായി ജയിക്കുന്നു. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന ഒരാളാണ്, നല്ല മന്ത്രിയൊക്കെയാണ്. ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം നോക്കണ്ടായില്ല, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയാണ്. ജനകീയനാണ്, നല്ല. പക്ഷേ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാകുമ്പോൾ നല്ല സപ്പോർട്ട് കിട്ടണം. അത് സപ്പോർട്ട് കുറവാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വാർത്തകളിലൂടെ അല്ലേ അറിയത്തുള്ളൂ, നമുക്ക് ശരിയായിട്ട് അറിയത്തില്ലല്ലോ. ശരിക്കും KSRTC-യിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നപ്പോൾ യൂണിയൻ്റെ നേതൃത്വത്തിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ ഉണ്ടായി. ഇപ്പം തന്നെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ കാര്യത്തിൽ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകാൻ വേണ്ടിയിട്ട് ജനകീയമായി KSRTC-യുടെ കീഴിൽ ഡ്രൈവിംഗ് സ്കൂൾ അപ്പോഴും വലിയ എതിർപ്പുകളെയാണ് മന്ത്രി നേരിടുന്നത്. അത് ഈ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ജീവന മാർഗമാണ്, നമ്മളത് മറക്കരുത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തൊഴിൽ വലിയ നമ്മളെല്ലാം പരിഗണിക്കണം. പിന്നെ അത് തന്നെ പുതിയൊരു കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പം ഒരു പ്രിപ്പറേഷൻ ഇല്ല. ഒരു പുതിയൊരു സംവിധാനം കൊണ്ടുവരുമ്പം അതിന് സമയബന്ധിതമായിരിക്കണം, ജനങ്ങൾക്കൊരു അവബോധം കൊടുക്കണം. ഇത് ഡ്രൈവിംഗ് സ്കൂളുകാരെയൊക്കെ വിളിച്ച് ഒരു മീറ്റിംഗ് ഒക്കെ ചെയ്ത് അത് കാലക്രമേണ ഒറ്റയടിക്ക് ഈ ഇദ്ദേഹം കൊണ്ടുവരുന്ന സംവിധാനം. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വികസിത രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നതാണ്. ഈ ബോക്സ് പാർക്കിംഗ് എന്നൊക്കെ പറയുന്ന റിവേഴ്സ് പാർക്കിങ്, ഹിൽ പാർക്കിംഗ്, ഇതൊക്കെ നല്ലതാണ്. അത് ചെയ്താൽ നമുക്കൊരു വണ്ടി റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്യാനൊക്കെ പഠിക്കും. ഇവിടുത്തെ ഡ്രൈവിങ് അറിയത്തില്ലേ പക്ഷെ അതൊക്കെ കുറച്ച് സമയമെടുത്ത് പതിയെ കൊണ്ടുവരണം. പെട്ടെന്ന് ഒരു ദിവസം അത് ചെയ്യുമ്പം നമ്മൾ അവരുടെ അവസ്ഥയോട് ഓർക്കണ്ടേ, ഡ്രൈവിംഗ് സ്കൂളുകാരുടെ കുറേ ആയിരക്കണക്കിന് പേരുടെ കാരണം അവരൊക്കെ ഈ കമ്മീഷൻ ബേസിസിലൊക്കെ അല്ലേ. നമ്മളിപ്പോൾ ഒരു വണ്ടി റീടെസ്റ്റിങ്ങിനൊക്കെ പോകുമ്പോഴേ നമ്മൾ തന്നെ ചെന്ന് എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ. അവർക്ക് ആ പൈസ കൊടുത്താൽ വൃത്തിയായിട്ട് അവരൊന്ന് കോംപ്രമൈസ് ചെയ്തല്ലേ ഇതൊന്നും ചെയ്യുന്നേ. എല്ലാ കാര്യങ്ങളും ആ നിയമപരമായിട്ടാണ്. പക്ഷെ അവർക്കത് അറിയാം. എന്ന് നിത്യാഭ്യാസി ആനയെടുക്കുമെന്ന് പറയുന്നില്ല, അവർക്കത് അറിയാമല്ലോ ചെയ്യാൻ. അപ്പം അത് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനകത്ത് ഒരു പോരായ്മയാണ്, കൊണ്ടുവരുന്ന കാര്യത്തിലല്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ സിസ്റ്റമാണ്, അതിന് നല്ല സപ്പോർട്ട് വേണം. അപ്പം മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടത് കൂടെയുള്ളവരെയൊക്കെ ഒപ്പം നിർത്തിക്കൊണ്ട് പതിയെ ഇത് ചെയ്യാൻ. ഇത് ഗണേശന് എനിക്ക് തോന്നുന്നു ഈ 2.5 വർഷമല്ലേ കിട്ടിയുള്ളൂ. അപ്പം 5 വർഷത്തെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള ഇടുക്കമായി. അപ്പോൾ അതാണ് സംഭവിച്ചത്. നല്ല ആളാണ്, അയാളുടെ കൂടെ ആൾ നിന്നാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ അഴിമതി അങ്ങനൊന്നും ഇല്ലല്ലോ, അതല്ലേ നമ്മളൊരു ആവശ്യമില്ല എന്നുള്ളതാണ്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അഴിമതിക്കാരനല്ല. വരുമെന്ന് നമുക്കറിയത്തില്ല. പിന്നെ നല്ല ജീവനക്കാരോട് നന്നായിട്ട് പെരുമാറുന്നുണ്ട്, മോശമായവരോട് മോശമായിട്ടും പെരുമാറുന്നുണ്ട്. ആൾ ജെന്യുവിനാണ്. ഈ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം അങ്ങനെയാണ്. പിന്നെ എല്ലാവർക്കും ഉണ്ടല്ലോ വ്യക്തിപരമായിട്ടുള്ള അവരുടെ അഭിപ്രായം, അത് അവരുടെ സ്വകാര്യത. അതെ, സ്വകാര്യ ജീവിതങ്ങൾ നമുക്ക് വിലയിരുത്തേണ്ട കാര്യമില്ല. അതെ. അവിടെ എന്ത് പറയുന്നു മന്ത്രിയെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെയാണ്. ഇപ്പോൾ ഈ സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യം ശരിയാണ്. അത് അങ്ങനെയാണ്, നമ്മൾ പുള്ളി അത് ആദ്യമായിട്ട് കാണുന്നതല്ലല്ലോ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. കാര്യം ഒരു മന്ത്രി 2 പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന വ്യത്യാസമാണ് കണ്ടത്. UDF-ൽ ശരിക്കും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു അദ്ദേഹം. ഒരുപാട് പരിഷ്കാരങ്ങൾ പുള്ളി മിനി ബസ് അല്ലെങ്കിൽ തന്നെ മറ്റൊരുപാട് സംവിധാനങ്ങൾ പുള്ളി കൊണ്ടുവന്നു.
അപ്പോൾ ഇപ്പോഴതിനുള്ള സപ്പോർട്ട് കിട്ടും. പ്രത്യേകിച്ച് ഭരണപക്ഷ യൂണിയനിൽ നിന്ന് കടുത്ത എതിർപ്പാണ് മന്ത്രിക്കുള്ളത്. സ്വാഭാവികം. അതായത് CAT പോലുള്ള സംഘടന, കൊച്ചു ചെറിയ സംഘടനകൾ താഴെക്കിട തൊട്ടുള്ളത് CAT ആണ് ഭരണമുന്നണിയിലെ CPM-ന്റെ തൊഴിലാളി വർഗമാണ് ഏറ്റവും മന്ത്രിക്കെതിരെ നിൽക്കുന്നുവെന്നാണ് പൊതുവിലുള്ള വാർത്തകൾ. ഇപ്പോൾ KSRTCക്ക് ഇങ്ങനൊരു അവസ്ഥ വരത്തില്ലായിരുന്നല്ലോ. യൂണിയൻ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. യൂണിയൻ അവഗണിച്ചുകൊണ്ട് ഒരിക്കലും ഒരു മന്ത്രിക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ നമ്മുടെ ഈ KSRTCയുടെ പെൻഷൻ സ്കീമൊക്കെ മാറ്റണം, അതിൻ്റെ ആ സംവിധാനങ്ങൾ മാറ്റണം. കാരണം ഇവർ തന്നെയല്ലേ ഇപ്പോൾ ഈ പെൻഷൻ കൊടുക്കും. സർക്കാർ ആ പെൻഷൻ പിന്നെ മറ്റു വകുപ്പുകൾ പോലെ തന്നെ സർക്കാർ അത് ഏറ്റെടുത്തിട്ട് അത് സർക്കാർ സംരക്ഷിക്കണം. അല്ല, അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് നഷ്ടത്തിലോടുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ പെൻഷനും കൂടി ഏറ്റെടുക്കുമ്പോൾ വലിയ ബാധ്യതയാണ് പെൻഷന്. പിന്നെ ഈ ടയറിൻ്റെ ഒക്കെ ഒത്തിരി എക്സ്പെൻസസ് ആണ്. ഇന്ധന വില കൂടിയപ്പം അതനുസരിച്ച് ടിക്കറ്റ് വില കൂട്ടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ പ്രൈവറ്റുകാരുടെ കൂട്ട് അങ്ങനെ മത്സരിച്ചൊന്നും ഓടാൻ ഇവർ പറ്റത്തില്ല. സർക്കാർ സംവിധാനമാണ് അത് ഒരു ലാഭകരമായി കൊണ്ടുപോകണമെന്ന് പറയുമ്പോഴും ലാഭം മാത്രം ഉദ്ദേശിച്ച് സർവീസ് നടത്തേണ്ട ഒരു മേഖലയല്ല. അതെ. പിന്നെ ഒരുപാട് സ്പെഷ്യൽ സർവീസുകളുണ്ട് ഈ MLA-മാരും അങ്ങനെ മന്ത്രിമാരുടെയൊക്കെ. അത് നഷ്ടത്തിലാണെങ്കിലും ആ വണ്ടികൾ പോകണമെന്നുള്ളതുണ്ട്. നമ്മൾ ഒരാളാണെങ്കിലും ആളിനെ വെച്ചുകൊണ്ട് പോകണമെന്നുണ്ട്. ഈ ഞങ്ങളുടെ ആ റൂട്ടിൽ ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ് ഞങ്ങൾക്ക് ഒത്തിരി ഫേമസ് KSRTC ബസ്സുകളുണ്ട്. ഒരു പുനലൂർ എറണാകുളം വണ്ടി ഫുള്ളാണ്. അത് നല്ല ടൈമിങ് അതിൻ്റെ. പുനലൂർ ഡിപ്പോയിലെ വണ്ടിയാണ്, പത്തനംതിട്ട ഡിപ്പോയിലെ വണ്ടി. അത് പുനലൂർ പോയിട്ട് പിന്നെ അത് എറണാകുളത്ത് പോകുന്നത്. പിന്നെ സുൽത്താൻ ബത്തേരിയുടെ അത് ഗണേശൻ്റെ വണ്ടിയാണ്. അതിലൊക്കെ ഭയങ്കര കളക്ഷനാണ്. ആ കളക്ഷനൊക്കെ നോക്കി അറിയാം ഇത് സർവീസ് നല്ല ലാഭത്തിൽ കൊണ്ടുപോകാം. ജനങ്ങൾക്ക് പിന്നെ KSRTC ഒരു ഇതുണ്ട് കേട്ടോ, ഒരു നോസ്റ്റാൾജിയ ഉണ്ട്. നമ്മൾ KSRTC നമ്മുടെ വർഷങ്ങളായി എല്ലാവരും ആശ്രയിക്കുന്ന. പിന്നെ അതിന്റെ കൂടെ ഈ KSRTC ചില ഡ്രൈവേഴ്സ് ഭയങ്കര റൂഡായിട്ടോ ആൾക്കാരോട്. ഈ റോഡിലൊക്കെ അവർ ഡ്രൈവ് ചെയ്യുന്ന രീതി, മറ്റുള്ള വാഹനങ്ങളോട് വലിയ അമർഷവും. കാരണം ഇവർക്കറിയാം ഈ വണ്ടി വന്ന് മുട്ടിയാൽ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഡ്രൈവർക്ക് അത് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഇവരൊരു കുറച്ചുകൂടൊക്കെ ഒന്ന് ഒരു സെൽഫ് ഡിസിപ്ലിൻ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം ഇതിന് വരും. പിന്നെ എംപ്ലോയി തന്നെ വിചാരിക്കും. എന്നാൽ അതിൻ്റെ കൂടെ നല്ല സ്നേഹമുള്ള ഡ്രൈവേഴ്സും ഉണ്ട്, കണ്ടക്ടർമാരും ഉണ്ട്. ഇതിൽ നിന്നും ജീവിക്കുന്നവർക്ക് അതിനോട് താല്പര്യമുണ്ട്. പക്ഷെ കുറച്ച് പേർക്ക് അതിനോട് തൊഴിലിതാണ്. പക്ഷെ ആ തൊഴിലിനോട് വലിയ പൊളിറ്റിക്സ് ആണ് മെയിൻ. അതെ, യൂണിയൻ ഇവർക്ക് വേണം. ശരിക്കും തൊഴിലാളികളുടെ സംരക്ഷണത്തിനായിട്ടാണ് യൂണിയൻ വേണം. യൂണിയൻ ഇല്ലെങ്കിൽ അതിനെക്കാട്ട് ദോഷമായി. പക്ഷെ അത് മിസ്യൂസ് ചെയ്യും. നേതാവായി കഴിഞ്ഞാൽ അണി ഒരു നേതാവായാൽ തൊഴിലാളി എന്ത് ചെയ്താലും, ദോഷകരമായി തൊഴിലാളി എന്ത് ചെയ്താലും അതിനെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടിലോട്ട് യൂണിയൻ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ രൂക്ഷമാണ്. അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞ സിസ്റ്റം, നമ്മൾ ആ ചട്ടക്കൂട് അങ്ങ് മാറിപ്പോയി, വ്യത്യാസം വന്നു. അതിലൊക്കെ എന്നാൽ നല്ലതുമുണ്ട് കേട്ടോ, നല്ലതുമുണ്ട്. മന്ത്രിക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണം എല്ലാവരും. പിന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളിന്റെ കാര്യം പറഞ്ഞ പോലെ അത് തിടുക്കത്തിലായി. കുറച്ചുകൂടെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ജനങ്ങൾക്കൊരു അവയർനെസ് കൊടുക്കണം. പുതിയൊരു സിസ്റ്റം വരികയാണ്, പതുക്കെ അതായത് ഒറ്റയടിക്ക് മാറ്റാതെ ഇതിനകത്ത് 1-2 കാര്യങ്ങളൊന്ന് ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ നടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് അറിയാമല്ലോ, അതിൽ മാറ്റം വരുത്തി പിന്നെ ഒരു ഗൈഡ് ലൈൻ കൊടുക്കുക, ഒരു ചെറിയൊരു ഗൈഡ് ലൈൻ കൊടുക്കുക. ഇന്ന 2-3 കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട്. അത് അടുത്ത വർഷം ആകുമ്പോൾ കുറച്ചുകൂടെ 2-3 പതിയെ അതങ്ങ് കംപ്ലീറ്റ്. ഇത് ഒറ്റയടിക്ക് അങ്ങ് മാറുമെന്ന് പറയുമ്പോൾ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന ആൾ പേടിച്ചു പോകത്തില്ലേ? നമ്മൾ വാർത്ത കേരളത്തില് മറ്റേ തന്നെ പാടാ, 8ഉം 8ഉം ഒക്കെ പാടാ. അതിന്റെ കൂടെ ഈ പറഞ്ഞ റിവേഴ്സ് കയറ്റത്തിലിറക്കുന്ന ബോക്സ് പാർക്കിംഗ് ഒക്കെ നല്ലതാട്ടോ. നമ്മളത് പഠിക്കണം. അത് ഈ കുറച്ച് സ്ഥലത്ത് ആ ഒരു കാറ് കിടക്കുന്നിടത്ത് എങ്ങനെ റിവേഴ്സിൽ, കാരണം ബോക്സ് പാർക്കിംഗ് റിവേഴ്സേ പറ്റത്തുള്ളൂ, ഫ്രണ്ടിൽ കൊണ്ടുവിടാൻ പറ്റത്തില്ല, റിവേഴ്സ് പാർക്കിങ്ങേ പറ്റത്തുള്ളൂ. അപ്പം അതൊന്നും ഇപ്പം ഇല്ല. ഈ എച്ച് എടുത്തിട്ട് എന്താ ഗുണമെന്ന്, 8 എടുക്കുന്ന എന്തിനാ? 8 ടൂ വീലറാണ്. അതെ, അതെന്തിനാ അങ്ങനെ എടുക്കും? ഇത്രയും നല്ല റോഡ് കിടക്കുമ്പോൾ നേരെ ഓടിക്കുക, വൃത്തിയായിട്ട് ഓടിക്കുക, അത് മാത്രം പഠിച്ചാൽ മതി. അതിനിടയ്ക്കാണ് 8 ഇത് ആര് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അന്നെന്തെങ്കിലും അതിന് ഉപയോഗം കാണുമായിരിക്കും.
KSRTC മന്ത്രി KB ഗണേഷ് കുമാർ ഒട്ടേറെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ അടുത്തതായിട്ട് ഡ്രൈവിംഗ് സ്കൂളുകളുടെ കാര്യത്തിൽ കുറേ പരിഷ്കാരങ്ങളുണ്ട്. ശരിക്കും ഇത് നാടിന് ഗുണകരമാകും. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അത് വെച്ച് നോക്കിയാൽ നാടിന് ഗുണകരമാണ്. കാര്യം വെച്ചാൽ ഇപ്പം മെയിനായിട്ടും ലൈസൻസ് ഇല്ലാതെ കുറേ പേര് വണ്ടി ഓടിക്കും, ലൈസൻസ് ഉള്ളവർ വണ്ടി ഓടിക്കും. പക്ഷേ ഇവർക്ക് ആർക്കും നേരെ റൂൾ ഓടിക്കാൻ അറിയില്ല. അത് തന്നെ മെയിൻ കാര്യം. അപ്പം ഇച്ചിരി കൂടി പരിഷ്കരിച്ച നിയമം വരുമ്പോൾ അതനുസരിച്ച് ജനങ്ങൾ പെരുമാറും. അപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളുകാരൊക്കെ കുറേ പേര് ആ പരിഷ്കാരത്തിനെതിരെ നിരന്തരമായി സമരങ്ങൾ. അത് ഇപ്പം വന്ന് എച്ചാകുമ്പോൾ അവർക്ക് പെട്ടെന്ന് പഠിപ്പിച്ചെടുത്ത് വിടാൻ പറ്റുന്ന രീതിയിലല്ലേ. ഇതാകുമ്പോൾ ഇച്ചിരി കൂടി പാടുള്ള രീതിയിലാണ് ഇപ്പം നമ്മളെ മന്ത്രി പറഞ്ഞേക്കുന്നത്. അപ്പം ചിലപ്പോൾ അവരുടെ രാഫത്തിനെ ചിലപ്പം ബാധിക്കും. അവർക്ക് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നമ്മളവിടെയുള്ള എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരും പെട്ടെന്ന് ഡേറ്റ് എടുത്ത് എങ്ങനെ ഒരു കൊച്ചിനെ പഠിപ്പിച്ചിറക്കാനേ നോക്കും. എക്സ്പീരിയൻസ് ആകത്തില്ല. ജസ്റ്റ് ഒരു ലൈസൻസ് എടുത്ത് കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, ഫീസ് വാങ്ങിച്ചിട്ട്. അല്ലാതെ അവർ സമരത്തിലുള്ളത്. അവർക്ക് ജോലി ഭാരം കൂടുന്നു. ഇപ്പം ഒരാളെ പെട്ടെന്ന് എടുത്തിടുമ്പോൾ അടുത്ത ആളിഞ്ഞ് വരും. അപ്പോൾ അവർക്ക് അതനുസരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ പേരെ പെട്ടെന്ന് പഠിപ്പിച്ച് കാശ് ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ വേറെ ഗുണമൊന്നും അതിൽ കാണുന്നില്ല. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെ സ്വന്തം വണ്ടി ഇതിനു മുമ്പ് എടുക്കുന്നതൊക്കെ ഭയങ്കര നൂലാമാലയായിരുന്നു അല്ലേ നടപടി. മന്ത്രി കണ്ട സ്വന്തം വണ്ടി എടുക്കുക എന്നുള്ള റൂൾ കൊണ്ടുവന്നു. അതൊക്കെ നല്ല കാര്യം തന്നെ. മന്ത്രിക്ക് വലിയ സപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. നമ്മളവിടെ മണ്ഡലത്തിൽ മന്ത്രി നല്ല രീതിയിലാണ് ഭരണം. മണ്ഡലത്തിലാണ് മന്ത്രി. എന്റെ വീട് അഞ്ചലാണ്, എന്റെ ഉമ്മയുടെ വീട് പത്തനാപുരം. അവിടെ മണ്ഡലത്തിലെ മന്ത്രിയാണ്, ജനകീയനായ മന്ത്രിയാണ്. അവിടെ അന്വേഷിച്ചാലും അറിയാം. വലിയ 4ാമതും ജയിച്ചു വന്നു അല്ലേ. ഇനിയും അദ്ദേഹം അവിടെ തന്നെ തുടരും ആ അവസ്ഥയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ KSRTCയുടെ നേതൃത്വത്തിൽ സ്കൂളുകൾ വരുന്നു. പുതിയ ഡ്രൈവിംഗ് സ്കൂളുകൾ കുറഞ്ഞ ചിലവിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ച് ലൈസൻസ് എടുത്തു കൊടുക്കുന്ന, അതിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സമരവും നടക്കുന്നുണ്ട്. ശരിക്കും അതിനെന്താണ്? അതിപ്പം ഗവൺമെന്റ് സ്കൂളും പബ്ലിക് സ്കൂളും അതുപോലെ ആയിരിക്കുമല്ലോ. അല്ല, സ്കൂളുകാർക്ക് കുറേ പേരുടെ ജീവിതമാർഗമാണത്. അപ്പം അവരുടെ ജീവിതമാർഗം നിലയ്ക്കുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് സമരമൊക്കെ ഉള്ളത്. ശരിക്കും അവരെയും കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെയും കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ട് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല മെച്ചപ്പെട്ട രീതിയിൽ വരാമായിരുന്നില്ലേ? അല്ല, അതല്ലേ ശരിക്കും ചെയ്യേണ്ടത്. ഒരുപാട് പേരുടെ തൊഴിൽ മേഖലയാണിത്. അതൊക്കെ ശരിയെങ്കിലും പിന്നെ ഗവൺമെന്റ് ഇപ്പം ഡ്രൈവിംഗ് സ്കൂളിൽ വരാൻ പൈസ ഇല്ലാത്ത കുറെ പേര് കാണുമല്ലോ. അവർക്കും പഠിക്കണം. അവരും ഇവിടെ ജീവിക്കേണ്ടവർ തന്നെയല്ലേ. അപ്പൊ അവർക്കും കുറഞ്ഞ ചെലവിൽ നല്ലവണ്ണം പഠിപ്പിക്കുമെങ്കിൽ അവര് ചൂസ് ചെയ്യുന്ന ഗവൺമെന്റിനെ ആയിരിക്കും. അതല്ലേ ഉള്ളു വ്യത്യാസം. ഇത്തരം സ്കൂളുകൾ വരട്ടെ. അപ്പോൾ വരണം, ജനങ്ങൾക്ക് പ്രയോജനമാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളൊക്കെ ആശ്രയിക്കുന്ന പൊതുഗതാഗത സംവിധാനമാണ് KSRTCയിൽ മന്ത്രി KB ഗണേഷ് കുമാർ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഡ്രൈവിംഗ് സ്കൂൾ വരെ ഇപ്പോൾ തുടങ്ങുന്നു. ഇത് ജനങ്ങൾക്ക് ഉപകാരമാണോ ഇല്ലയോ എന്നുള്ളതാണ്. ബേസിക്കലി പറഞ്ഞെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ അതിൻ്റെ കുറേ ഫോർമാലിറ്റി, കുറേ പ്രൊസീജിയറുകളൊക്കെ ഉണ്ട്. നമ്മളത് കറക്റ്റായിട്ട് രീതിക്ക് ഓടിച്ച് ഒരാൾ പാസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് നാടിനും നല്ലതാണ്, അയാൾക്ക് ഡ്രൈവ് ചെയ്യാൻ വ്യക്തിയിലേക്ക് നോക്കുന്നത് നല്ലതാണ്, പേഴ്സണലി നോക്കുന്നതല്ല. പക്ഷെ അതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. പക്ഷെ അത് എന്തുമാത്രം ഇംപ്ലിമെന്റ് സക്സസ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഉള്ള ഒരു വിവാദ വിഷയം അല്ലെങ്കിൽ സമരത്തിൻ്റെ ഒക്കെ കാര്യം കുറേ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ തൊഴിലിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അത് ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇൻഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കൂടുതൽ ഇൻഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യുന്ന അങ്ങനെ ഉണ്ടാവാം. ഡെമോക്രറ്റിക്കല്ലേ എന്തായാലും കാണും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ് ഇൻഡയറക്റ്റ് ഡീലിംഗ് ഉള്ള ആൾക്കാർക്ക് കുറേ ബെനിഫിറ്റ് ഉണ്ടാവും. അവർക്ക് 50-60% അവർക്ക് തന്നെ പോകുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് അത് മുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ റിയാക്ട് ചെയ്യും. കുറേ പേര് ഒരു കർഷകൻ എടുക്കുന്നെങ്കിൽ ലാഭം കിട്ടുന്ന രീതിക്കുള്ള പ്രൊഡക്ഷൻ ക്വാളിറ്റി ആയിരിക്കും കർഷകൻ നോക്കുന്നത്. അപ്പോൾ അയാൾക്ക് മണി ബേസ് വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് അതായിരിക്കും ബെനിഫിറ്റ്. അപ്പോൾ അത് ഹെൽത്തി ആയിരിക്കുമോ എന്നൊന്നും അയാൾ ചിന്തിക്കത്തില്ല. കാരണം ബാക്കിയുള്ള എല്ലാ രാജ്യത്തും ഒരു ഫാർമർ വന്നിട്ട്
അയാൾ തീരുമാനിക്കും ഞാൻ വിൽക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ വില ഇത്ര രൂപയായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു മെഷീൻ കൂട്ട് എടുക്കുന്നെങ്കിൽ ആ ഉണ്ടാക്കുന്ന മാനുഫാക്ചർ തീരുമാനിക്കുക എത്ര രൂപയ്ക്കാണ് അത് കോസ്റ്റ് പ്രൈസ് എത്രയാണ് അയാൾ ഫിക്സ് ചെയ്യും. പക്ഷെ ഒരു ഫാർമർ എടുക്കുന്ന സമയത്ത് ഫാർമർ അല്ല ഫിക്സ് ചെയ്യുന്നത്. അത്രയും വലിയൊരു ടോപ്പിക്കാണ്. അത് പറയേണ്ട രീതി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി. അതായത് വില നിശ്ചയിക്കുന്നത് പുറത്തുള്ളവരാണ്, അവർക്ക് ഉൽപ്പാദിപ്പിക്കുക മാത്രമേ ഉള്ളൂ. പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ കോസ്റ്റ് ഫിക്സ് ചെയ്യാറുള്ളത്. പക്ഷെ പ്രൊഡക്ഷൻ മാനുഫാക്ചർ ചെയ്യുന്ന അവർ ചെയ്യുന്നില്ല. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല. ഇപ്പം നമ്മൾ പറഞ്ഞത് KSRTCയെ കുറിച്ചാണ്. KSRTCയിൽ ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ വിഷയം വന്നു. ഡ്രൈവിംഗ് സ്കൂളുകളുടെ വിഷയം വരുമ്പോൾ കേരളത്തിൽ അനേകം പേര് തൊഴിലെടുക്കുന്ന ഒരു മേഖലയാണ്. ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഒരാളിനെ പഠിപ്പിച്ച് അവർക്ക് ലൈസൻസ് എടുത്ത് കൊടുത്തു വിടുന്ന ആ ഒരു സംവിധാനത്തിൻ്റെ പ്രോസസ്സും ഏതാണ്ട് 2-4 മാസങ്ങൾ നിൽക്കുന്ന പ്രോസസ്സിൽ ഒരു 4-5 പേർ ജീവിക്കുന്ന ഒരു ഇതാണ്. അതിനെതിരെയാണ് ഒരു നീക്കമെന്നുള്ള രീതിയിലാണ് അവർ സമരമുഖത്തുള്ളത്. പക്ഷെ അവരെയും കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്കും കൂടി പ്രയോജനം തരുന്ന തരത്തിലുള്ള നീക്കങ്ങളാവുമ്പോൾ കുറച്ചുകൂടെ നല്ല ബെറ്റർ ദാൻ എന്നുള്ള ഒരു KSRTCക്ക് ഗുണകരമാവുമല്ലോ. ഓക്കെ. ഡ്രൈവിംഗ് സ്കൂളുകാരൊക്കെ ഇപ്പോൾ സമരത്തിലാണല്ലോ. KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയ ആ ഒരു കാരണത്താൽ അവരെയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി അവരെയും കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചെയ്യാമായിരുന്നില്ലേ എന്നുള്ളതാണ്. KSRTC സ്റ്റാർട്ട് ചെയ്തു. അതെ, ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നു. തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അത് നല്ലതാണെന്ന് അഭിപ്രായമുണ്ടോ? ഗവൺമെന്റ് രീതിക്ക് വരുന്നെങ്കിൽ അത് ബെനിഫിറ്റ് ആയിരിക്കും. പക്ഷെ എന്തുമാത്രം അത് എന്താ പറയുക പ്രാക്ടിക്കലി ഇപ്പം പ്രൈവറ്റ് കമ്പനികളുണ്ട്, ഗവൺമെന്റ് സെക്ടേഴ്സും ഉണ്ട്. ഗവൺമെന്റ് സെക്ടറിൽ ആൾക്കാർ കുറേ വരുമെങ്കിലും എന്തുമാത്രം അവർ അതെന്തായാലും കാത്തിരുന്ന് കാണുകയെ നിർത്തിയുള്ളൂ. നമുക്കിപ്പോൾ അഭിപ്രായം പറയാറായിട്ടില്ലെന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ സൂചന. നമ്മുടെ KSRTC മന്ത്രി ഗണേഷ് കുമാർ വന്നതിന് ശേഷം കുറേ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഈ പരിഷ്കാരങ്ങളെല്ലാം കുറച്ചൊക്കെ ജനോപകാരപ്രദമാണ്. കുറേ കാര്യങ്ങളിൽ നല്ല സമരവും നടക്കുന്നുണ്ട്. ശരിക്കും ഇത് ജനങ്ങൾ അംഗീകരിക്കപ്പെടേണ്ട പരിഷ്കാരങ്ങളാണോ? പുള്ളി ആദ്യം നടപ്പിലാക്കിയ പരിഷ്കാരം ഈ വെള്ളം മദ്യപിച്ചുകൊണ്ട് വാഹനം ഓട്ടിക്കുന്നവരെ പിടിക്കുകയും അതനുസരിച്ച് ശിക്ഷകൾ കൊടുക്കുന്നത് നല്ല ഒരു എഫക്റ്റാണ്. അതിനുശേഷം കുറച്ച് ആക്സിഡന്റുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്, അത് പറയാതെ വയ്യ. മറ്റുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പുതിയ കുറേ ബസ്സുകൾ വാങ്ങിക്കാൻ പോകുന്നു. ചെറിയ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നു. ഇത് നേരത്തെയൊക്കെ കുറേ വാങ്ങിച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കിയതാണ്. പക്ഷേ അതൊന്നും ഫലപ്രദമല്ല. പിന്നെ വേറെന്ന് പറയുന്നത് നമ്മൾ ഈ സിറ്റിക്കകത്ത് മാത്രം ഈ ഇപ്പോഴത്തെ ഈ മിനി ബസ് ഉണ്ടല്ലോ, ഇലക്ട്രിക് ബസ്സുകൾ സിറ്റിക്കകത്ത് മാത്രമാണ് കൂടുതലായിട്ടും ഓടിച്ചുകൊണ്ട് ഇരിക്കുന്നത്. പക്ഷെ അത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൂടി ഒന്ന് വ്യാപിപ്പിച്ച് ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ ഒരുപാട്, ഇപ്പോൾ നേറ്റിങ്ങലൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഒരുപാട് ഉൾ റൂട്ടുകളുണ്ട്. അവിടെ ഒന്നും വാഹനങ്ങളില്ല, ബസ് വിടുന്നില്ല. അവിടുത്തെ ട്രക്കറുകൾ, ടെമ്പോകൾ, അതും സമാന്തര സർവീസുകളാണ് ഇപ്പോൾ അതുവഴിയൊക്കെ പോകുന്നത്. അതും ഇപ്പോൾ അവരും വലുതായിട്ടൊന്നും ഓട്ടിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ടാക്സുകളൊക്കെ ആയതുകൊണ്ട് അവരും പിൻവലിക്കുന്നു. ഇപ്പോഴത്തെ പുതിയ പുതിയ നിയമങ്ങൾ അവരെ ബാധിക്കുന്നു. അപ്പോൾ അവർക്ക് ഈ ഓടിക്കുന്നതിന് വല്ലതും കിട്ടിയാലല്ലേ അവർക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ നിയമങ്ങളൊക്കെ വന്നപ്പോൾ അത് അവർക്ക് ഹെവി ആയിട്ട് വരികയാണ്. അപ്പോൾ അത് അവരെ കൊണ്ട് താങ്ങുന്നില്ല. അപ്പോൾ അങ്ങനെ ഓട്ടിച്ചുകൊണ്ടിരുന്ന അവരും ഇപ്പം കുറച്ച് പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലെന്ത് ഇപ്പോൾ ആ മലയോര പ്രദേശങ്ങളിലൊക്കെ വളരെ രീതിയിലുള്ള യാത്രാക്ലേശം അനുഭവപ്പെടുകയാണ്. ബസ് കുറവാണ്. ഈ ബസ്സില്ലാത്ത ഒരുപാട് റൂട്ടുകളുണ്ട്. ഓരോ ബസ് മാത്രം ടയറിന് വിടുന്നു, ബാക്കി സമയങ്ങളിൽ ബസ്സില്ല. അപ്പോൾ അവിടെയുള്ള യാത്രക്കാർക്കും വരാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഇലക്ട്രിക് ബസ് ഇവിടെ ഈ സിറ്റിയിൽ മാത്രം ഇങ്ങനെ വാരി കോരിയിട്ട് നിറച്ച് ഓടുന്ന സമയത്ത് ഇതേപോലുള്ള ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ ബസ്സുകളൊക്കെ കുറച്ച് കൂടുതൽ ഓട്ടിച്ച വരുമാനവും കിട്ടും, യാത്ര ചെയ്യുന്നവർക്ക് സഹായവും. മനസ്സിലായില്ലേ? അതൊരു ആ ഒരു നടപടി എടുക്കാൻ ശ്രദ്ധ വേണം. മറ്റൊരു കാര്യം, ഡ്രൈവിംഗ് സ്കൂളുകൾ KSRTC ആരംഭിക്കുകയാണ്. ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ ശരിക്കും നാട്ടുകാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടും
ഒന്ന് വിചാരിക്കും? ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഡ്രൈവിംഗ് സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ച് അവർ പിന്നെ ശരിക്കുള്ള ഒരു ടെസ്റ്റല്ല നടത്തുന്നത്. അതായത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുണ്ടല്ലോ, സ്കൂട്ടറുകളൊക്കെ ഏറ്റവും ഓട്ടിച്ചും അവരതൊന്നും ശരിക്ക് പഠിച്ച് ലൈസൻസ് എടുത്ത് ഓട്ടിക്കുന്നവരല്ല. ഇതേപോലെയുള്ള ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ കണ്ണടച്ച് കൊടുത്ത് പൈസകൾ വാങ്ങിച്ച് ഒരു സുപ്രഭാതത്തിൽ അവർ പഠിച്ച് അവരെ കൊണ്ടുവന്ന് ഇതെല്ലാം എടുത്ത് വിടുകയാണ്. അപകടങ്ങൾ കൂടുന്നു. മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ ഒരു സ്ട്രിക്റ്റ് നിയമങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഡ്രൈവിങ് കൈകാര്യം ചെയ്ത് പഠിപ്പിച്ച് അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോഴുണ്ടാകുന്ന അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ കഴിയും. അത് നല്ല ഒരു രീതിയിലുള്ള ഡ്രൈവിങ് പഠിപ്പിച്ച് അത് നല്ലൊരു സിസ്റ്റമാണ്, സമ്പ്രദായമാണ്. കുറേയൊക്കെ, പക്ഷെ അത് എല്ലാ സ്ഥലത്തും ഇല്ല. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങുന്നത്. കുറെ അധികം കൂടുതൽ വന്നാൽ ചിലപ്പോൾ ഗുണകരമായി വന്നാൽ ഈ ഇപ്പോഴത്തെ ഈ ആ ഒരു അമിത ഓട്ടത്തിനും പഠിച്ചു പെട്ടെന്ന് ഇറങ്ങുന്നതിനും ഒക്കെ ഒരു അവസാനമുണ്ട്, പരിഹാരമുണ്ട്. അപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളുകാരൊക്കെ ഈ ഒരു മാറ്റത്തിനെതിരെ നിരന്തരമായി സമരം നടത്തിക്കൊണ്ടിരിക്കും. അവർ നിരന്തരമായി സമരം ചെയ്യും. കാരണം അവരിപ്പം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. അത് പെട്ടെന്ന് സുപ്രഭാതത്തിൽ മതിയാക്കുമ്പം പ്രതിഷേധങ്ങൾ എല്ലായിടത്തും ഉണ്ടാവുന്നതാണ്. അതിന്റെ ഭാഗമാണ്. അതിപ്പോ ഈ കൈസറ്റ് ജീവനക്കാർക്ക് തന്നെ ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ അവിടെ പ്രതിഷേധിക്കില്ല, യൂണിയൻകാരന്മാർ പറ്റി പ്രതിഷേധിക്കില്ല. ഇതിനുമുമ്പ് എത്രയോ എംപിമാർ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ കൈസറ്റ് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോഴൊക്കെ യൂണിയൻകാരെ ഒന്നുമില്ല കൊണ്ടൊന്നും അതിനെതിരെ തുടങ്ങുന്നത്. അവരെ മാറ്റും. എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പ്രതിഷേധം സ്വാഭാവികമാണ്. അതിനെക്കുറിച്ച് പ്രതിഷേധം ഉണ്ടാവും. എല്ലാ കാര്യത്തിലും ഇതും അതിന്റെ ഭാഗമായിട്ട് തന്നെ പ്രതിഷേധം ഉണ്ടാവുന്നത്. മന്ത്രിയുടെ പരിഷ്കാരങ്ങൾ തുടരട്ടെ. മന്ത്രിയുടെ പരിഷ്കാരങ്ങൾ ഇതിനകത്ത് ഈ ബസ്സുകളൊക്കെ വാങ്ങിക്കുന്നതിനകത്ത് വേറെ തട്ടിപ്പും ഒന്നും ഇല്ലായിരുന്നു. കമ്മീഷനും ഇങ്ങനെയൊക്കെ ഉള്ള ഉണ്ടല്ലോ. അതൊക്കെ തട്ടില്ലാതെ വന്നാൽ മറ്റൊരു ഭാഗം അത് നമ്മളിപ്പോ എങ്ങനെ കണ്ടാലും അതുണ്ടാവും. എങ്ങനെ നോക്കിയിരുന്നാലും ആ ഭാഗം ഉണ്ടാവും. എന്നാലും അത് കുറച്ചുകൊണ്ടുവന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ശ്രമിക്കാം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. മന്ത്രി ഗണേഷ് കുമാറിന്റെ പരിഷ്കാരങ്ങൾ തുടരട്ടെ. ഡ്രൈവിംഗ് സ്കൂളിന് ജനപിന്തുണ ഏറുന്നു. ജനാഭിപ്രായങ്ങൾ തുടരട്ടെ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.